നമ്മൾ സഗുണോപാസനയിലൂടെ നിർഗുണോപാസനയിൽ എത്തുന്നത് എങ്ങനെ അറിയില്ല, അറിയാത്ത വിഷയമാണ്, ഉത്തരവില്ല. സഗുണോപാസനയിലൂടെയാണ് നിർഗുണോപാസനയിൽ എത്തുന്നത്, നിർഗുണോപാസനയിൽ എത്തണം അങ്ങനെ ഒന്നുമില്ല. ഈ സഗുണവും നിർഗുണമൊക്കെ ഒന്ന് തന്നെയല്ലേ? സഗുണവും നിർഗുണമൊക്കെ ഒന്നിൻ്റെ തന്നെ ഭാവമല്ലേ? അല്ല, എന്താ അഭിപ്രായം? ഒന്നിൻ്റെ ഭാവമാണ്. ഒരാൾ പറഞ്ഞു എനിക്കിപ്പോൾ കുറച്ച് വെള്ളം കുടിക്കണം, നീ കുറച്ച് വെള്ളം കൊണ്ടുവരുമോ? ഉടനെ അയാൾ ഒരു കപ്പിൽ, ഒരു ടംബ്ലറിൽ, ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുപോകാം. അയാളുടെ കപ്പോ ടംബ്ലറോ പാത്രമോ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? വെള്ളമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അയാൾക്ക് വെള്ളം കൊണ്ടുവന്നാൽ പോരായിരുന്നോ? എന്താ പറഞ്ഞാലേ കൊണ്ട് പറഞ്ഞാൽ അപ്പുറം കൊണ്ടുവരാൻ എന്താ അധ്യാപ്രസംഗി? എന്നാൽ ശരി, ഞാൻ കൊണ്ടുവരാം. ഒരു അരമണിക്കൂർ താമസമുണ്ട് സ്വാമി. അരമണിക്കൂർ കഴിഞ്ഞു. അവൻ ഫ്രീസറിൽ വെച്ച് ഈ വെള്ളം കട്ടയാക്കി, ദാ സ്വാമി കുടിച്ചോളൂ. ഒരു പാത്രമില്ല. ഇപ്പം അവൻ കൊണ്ടുവന്ന വെള്ളമാണോ അല്ലയോ? വെള്ളം തന്നെയാണ്, വെള്ളം തന്നെയാണ് അവൻ കൊണ്ടുവന്നത്. പക്ഷെ അവൻ ബുദ്ധിമാനായതുകൊണ്ട് പാത്രം ഇല്ലാണ്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവൻ ഐസാക്കി കൊണ്ടുവരും. അവനെന്ത് ചെയ്യും? ഞാൻ ആരും കാണാത്ത രൂപത്തിൽ നീ വെള്ളം കൊണ്ടുവരണം. ഓ, കൊണ്ടുവരാം. നല്ല ആവിയാക്കിയിട്ട് കൊണ്ടുവന്നു. സംഗതി വെള്ളം തന്നെയാണ്. ഇത് ഒരേ വസ്തുവാണ്. സഗുണം വേറെ, നിർഗുണം വേറെ. നിർഗുണോപാസന ചെയ്യണം കുറച്ച് കേമനാണ്, സഗുണോപാസന ചെയ്യണവൻ കുറച്ച് കേമനാണ്. ഇതൊന്നും വേണ്ട, എല്ലാം ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് സഗുണത്തിലൂടെ നിർഗുണത്തിൽ എത്തുന്നുള്ള ധാരണ വേണ്ട. സഗുണത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കും. നിർഗുണത്തിൽ നിന്ന് സഗുണത്തിലേക്ക് പോകുന്നു വേണ്ട, നിർഗുണത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കും. സഗുണത്തിലൂടെ നിർഗുണത്തിലെത്തണമെന്നൊന്നുമില്ല. പറഞ്ഞ അർത്ഥം മനസ്സിലാക്കുക. എല്ലാം ശ്രേഷ്ഠമാണ്. ഓരോ മാർഗത്തിൽ പോകുന്നവർ ഞങ്ങൾ പറഞ്ഞത് മാത്രമേ ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ ശരിയാവും.